നമുക്ക് 4 മണിക്ക് ചക്കയും കൊണ്ടൊരു വടയാക്കിയാലോ? ആയിക്കോട്ടെ. നമ്മൾ ഇന്ന് സാധാരണ എല്ലാവരും പരിപ്പുവട, ഉഴുന്നുവട അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ചക്കയും കൊണ്ട് ഇന്നൊരു വട ഉണ്ടാക്കുകയാണ്. അതീവ രുചികരമായ ഒരു സംഭവമാണ്. നമ്മൾ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാണ്. അപ്പം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതൊന്ന് കാണിക്കുകയാണ്. അറിയാൻ വയ്യാത്തവരെ ഇന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടിയത്? ചക്ക അരിഞ്ഞു വെച്ചത്, ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് അല്ലേ? പിന്നെ പച്ചമുളക്, സവാള ഒന്നോ രണ്ടോ? പിന്നെ ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പച്ചമുളക്. പച്ചമുളക് പിന്നെ വേറെ എന്താ വേണ്ടി? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടലമാവ് വേണം കേട്ടോ. കുറച്ച് കടലമാവ് വേണേ. പിന്നെ കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്. പിന്നെ അതിൽ ചേർക്കാനുള്ള വെള്ളം. ഇത്രയും സാധനമാണ് നമുക്ക് ഈ ചക്കവട ഉണ്ടാക്കാൻ വേണ്ടിയത് അല്ലേ? അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യമേ ചക്കയൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കണ്ടേ? ചെറുതായിട്ട് മതിയോ അതോ നല്ലതായിട്ട് അരയണം? അപ്പം അതിന് നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ചെറുതായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ? അരച്ചു വെച്ചത് ഒരു പാത്രത്തിലേക്ക് പകർത്തി. നമ്മൾ മിക്സിയിൽ നിന്ന് കംപ്ലീറ്റ് ഒരു പാത്രത്തിലോട്ട് പകർത്തിയെടുത്തല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടലമാവ് ചേർക്കണം. കടലമാവ് എന്ത് മാത്രം വേണം? 2 സ്പൂൺ. വലിയ 2 സ്പൂൺ അല്ലേ? നമ്മൾ അത് ലൂസാണെങ്കിൽ കുറേ കൂടുതൽ ചേർക്കണം. അല്ലെങ്കിൽ ഇതിപ്പം കറക്റ്റ് അളവിനല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്ക അരച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് കടലമാവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം എല്ലാം കൂടെ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് എന്നാ ചേർക്കാൻ പോകുന്നത്? നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തു. പിന്നെ കുറച്ച് മുളക് പൊടി അല്ലേ? അത് കാശ്മീരിയാണോ അതോ? കാശ്മീരി ആവശ്യം കളറും ഒക്കെ വരും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. പിന്നെ ഈ സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചമുളകും ഇഞ്ചി സവാള എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർക്കുക. ചേർത്തോളൂ. എല്ലാം ചേർത്തല്ലേ? ഇനിയിപ്പം എല്ലാം കൂടെ മിക്സ് ആക്കണമായിരിക്കും അല്ലേ? എല്ലാം കൂടെ നമ്മൾ സാധാരണ പരിപ്പൂടൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് ഇത് എല്ലാം കൂടെ ഇനി നല്ലതായിട്ട് അങ്ങ് മിക്സ് ആക്കുക. ഉണ്ടോ? നല്ലതായിട്ട് മിക്സ് ആകണം കേട്ടോ. ഉണ്ടോ? നല്ലതായിട്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആക്കി. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ടല്ലോ? വേണ്ട. അപ്പോൾ നമ്മൾ അത് എണ്ണ ചൂടായി. നമ്മൾ സാധാരണ പരിപ്പോടക്കൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെ അത് എടുക്കുക. എന്നിട്ട് നമ്മൾ പരത്തി അങ്ങ് ഇടുക അല്ലേ? അതേ രീതിയിൽ തന്നെ എണ്ണ തിളച്ച് കിടക്കുന്നത് ഇടുകയാണ്. പിന്നെ ഈ ചക്ക നമ്മൾ അരക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം ചക്കയ്ക്കകത്ത് ഈ വെള്ളമയം ഉള്ളതുകൊണ്ട് അത് അനുസരിച്ചേ ഉള്ളൂ നമ്മൾ വെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വല്ലാതായി കഴിഞ്ഞാൽ പിന്നെ കടലമാവ് കൂടുതൽ ചേർക്കേണ്ടതായിട്ട് വരും. അത് നോക്കി എപ്പോഴും അരയ്ക്കാവുള്ളേ. അതുകൊണ്ട് നമ്മൾ സാധാരണ ഇപ്പം ഈ പരിപ്പോടക്ക് നമ്മൾ എടുത്തിടുന്ന രീതിയിൽ തന്നെ നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് എടുത്തിടുകയാണ്. അപ്പോൾ അതെല്ലാം മറിച്ച് ഇടണ്ടേ? ഓരോന്നങ്ങനെ മറിച്ചിടുക. നമ്മൾ സാധാരണ പരിപ്പോടെ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ കേട്ടോ. ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ചക്കയാണെന്നുള്ള വ്യത്യാസമുള്ളൂ. പരിപ്പിന് പകരം അല്ലേ? ഏതാണ്ട് ആ വ്യത്യാസമുള്ളൂ. പക്ഷേ ഭയങ്കര സ്വാദാണ് കേട്ടോ. അത് ഒരു പറയാതെ ഇരിക്കാൻ നിർവാഹമില്ലാത്ത ആണ്. ഇത് നമ്മുടെ ഈ വട ഇങ്ങനെ കിടന്ന് നല്ലതായിട്ട് മൊരിഞ്ഞ് ഇങ്ങനെ വരികയാണ്. എല്ലാം റെഡിയായില്ലേ? നമ്മളത് കോരി എടുക്കുകയാണ്. ഉണ്ടോ? എല്ലാം അങ്ങനെ റെഡിയായിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ചക്കവട ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ നമ്മുടെ ചക്കവട എല്ലാം റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയായിരുന്നോ? ഇല്ല, കഴിച്ചു നോക്കിയില്ല. നോക്കിക്കേ. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.
എല്ലാവരും ഒന്ന് ട്രൈ നോക്ക്. നമ്മുടെ വീട്ടിൽ ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ ചക്ക, ഒന്ന് നോക്ക്. അതെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.